ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். അങ്ങനെ ആണ്ടവൻ മീതെ ആണയിട്ട് ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. അതിനുശേഷം ബുസ്സി ആനന്ദ് അടക്കമുള്ള 9 മന്ത്രിമാർ ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ജോബി, അതെ, വളരെ മാസായി തന്നെയാണ് വിജയുടെ സത്യപ്രതിജ്ഞ, ദളപതിയുടെ സത്യപ്രതിജ്ഞ. അദ്ദേഹം എന്താണോ സിനിമയിലൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതേ രീതിയിൽ അതേ ശൈലിയിൽ തന്നെയാണ് വിജയ് സത്യപ്രതിജ്ഞയിലേക്കും എത്തുന്നത് എന്നുള്ളതാണ് കൗതുകരം. അദ്ദേഹം ആദ്യത്തെ ഭാഗം അദ്ദേഹം നോക്കാതെയാണ് വായിച്ചത്. രണ്ടാമത്തേതിന് മുൻപ് ഗവർണർ ചോദിക്കുകയും പിന്നീട് അത് മാത്രമാണ് അദ്ദേഹം നോക്കി വായിച്ചത്. വലിയ വിജയുടെ ആ ഡെലിവറി തന്നെ സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ അമ്പരപ്പാണ് ഉളവാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ എങ്ങനെയാണ് വിജയുടെ ഈ യോഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം തന്റെ പഞ്ച് ഡയലോഗുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്, അതേ രീതിയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഈ നിലയിൽ ആരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ നിലയിൽ ഇത്തരം രീതിയിൽ ഒരു സിനിമാ സ്റ്റൈലിൽ സത്യപ്രതിജ്ഞയും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും വിജയുടെ തമിഴ്നാട്ടിലെ ആളുകൾ കഴിഞ്ഞ 1 വർഷമായി അല്ലെങ്കിൽ 1.5 വർഷമായി കാത്തിരുന്ന സി ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് തുടങ്ങുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയാണ് ഇവർ കാത്തിരുന്നത്. ആ ഒരു മൊമെന്റ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചു. ശരിയാണ് ജോബി പറഞ്ഞതുപോലെ വിജയെ വിളിക്കുമ്പോഴുള്ള കരഘോഷത്തിന്റെ ഒരു 10 മടങ്ങായിരുന്നു സത്യവാചകം ചൊല്ലുമ്പോൾ ആദ്യ വാചകത്തിൽ പേര് പറഞ്ഞ് വിജയ് തുടങ്ങിയപ്പോൾ